സ്നോൺ പടങ്ങിലെ മറ്റൊരു പ്രഭാതം. ഉംഗോട്ട് നദിയുടെ തീരത്ത് ചിലവഴിച്ച ഇന്നലത്തെ ഓരോ നിമിഷവും ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. പുലർച്ചെ നദിക്കരയിൽ വീശുന്ന കാറ്റും മലകളെ പൊതിഞ്ഞു നിൽക്കുന്ന മഞ്ഞും ദൂരെയായി കേൾക്കുന്ന പക്ഷികളുടെ ശബ്ദവും ഈ ഗ്രാമത്തിലേക്ക് യാത്രക്കാരെ വീണ്ടും വീണ്ടും തിരിച്ചു വരാൻ തോന്നിപ്പിക്കുന്ന എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഓരോ യാത്രയും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എത്ര മനോഹരമായ സ്ഥലമായാലും ഒരിക്കൽ അതിനോട് വിട പറയേണ്ടി വരും. അങ്ങനെ സ്നോൺ പടങ്ങിനോട് താൽക്കാലികമായി യാത്ര പറഞ്ഞ് മേഘാലയയിലെ മറ്റൊരു വിസ്മയ ഭൂമിയായ സൊഹറയിലേക്ക്, ലോകമറിയപ്പെടുന്ന ചിറാപൂഞ്ചിയിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. ഇന്നത്തെ യാത്ര ഏകദേശം 85 കിലോമീറ്ററോളം ദൂരമുണ്ട്. കേൾക്കുമ്പോൾ വലിയ ദൂരം പോലെ തോന്നില്ല. പക്ഷേ മേഘാലയയിലെ മലപാതകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ സമയം കണക്കാക്കുന്നത് കിലോമീറ്റർ നോക്കിയല്ല, ഓരോ വളവും ഓരോ താഴ്വരയും ഓരോ കാഴ്ചയും നോക്കിയാണ്. കാരണം ഇവിടെ ലക്ഷ്യസ്ഥാനത്തേക്കാൾ മനോഹരമായത് പലപ്പോഴും അവിടേക്കുള്ള യാത്ര തന്നെയാണ്. റോഡിൻ്റെ സ്വഭാവം ആകെ മാറിത്തുടങ്ങി. ചില ഭാഗങ്ങളിൽ ടാറിങ് മികച്ചതായിരുന്നു, പക്ഷേ പല ഭാഗങ്ങളിലും റോഡ് തകർന്ന നിലയിലായിരുന്നു. കുഴികളും ചെറിയ വെള്ളക്കെട്ടുകളും മഴക്കാലത്ത് രൂപപ്പെട്ട പൊട്ടലുകളും. ഇത്തരം റോഡുകളിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ വേഗതയേക്കാൾ പ്രധാനപ്പെട്ടത് ക്ഷമയാണ്. എന്നാൽ അതിനു പകരമായി പ്രകൃതി ഇവിടെ സമ്മാനിക്കുന്നത് മറ്റെവിടെയും കിട്ടാത്ത കാഴ്ചകളും. യാത്ര വീണ്ടും മുന്നോട്ട് നീങ്ങി. വഴിയരികിൽ ചെറിയ ഖാസി ഗ്രാമങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. ടിൻ മേൽക്കൂരകളുള്ള വീടുകൾ, മുറ്റത്ത് വിരിച്ചിരിക്കുന്ന കുരുമുളകും അടക്കയും, വീടിന് മുന്നിൽ കളിക്കുന്ന കുട്ടികളും, വഴിയരികിലൂടെ പതുക്കെ നടക്കുന്ന നാട്ടുകാരും. ഇവിടെ ജീവിതം നഗരങ്ങളുടെ തിരക്കിൽ നിന്ന് വളരെ അകലെയാണ്. പ്രകൃതിയുടെ താളത്തിനൊപ്പമാണ് ഇവിടുത്തെ ഓരോ ദിവസവും കടന്നു പോകുന്നതും. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഞങ്ങൾ വീണ്ടും വീണ്ടും ഒരു മനോഹരമായ നദിയെ കണ്ടുമുട്ടി. അത് ഡൗക്കി നദി, അതായത് ഉംഗോട്ട് നദിയുടെ ഭാഗങ്ങൾ. ഈ നദിയുടെ പ്രത്യേകത അതിൻ്റെ തെളിഞ്ഞ വെള്ളം മാത്രമല്ല. ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന ഈ നദി രണ്ട് രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു പ്രകൃതിദത്ത രേഖ കൂടിയാണ്. ഒരു വശത്ത് ഇന്ത്യ, മറുവശത്ത് ബംഗ്ലാദേശ്. പക്ഷെ നദി ഒഴുകുമ്പോൾ അതിന് അതിർത്തികൾ അറിയില്ല. മനുഷ്യർ വരച്ച രേഖകളെല്ലാം അവഗണിച്ച് അതിൻ്റെ യാത്ര തുടരുകയാണ്. ദൂരെയായി കാണുന്ന വിശാലമായ സമതലങ്ങൾ, നെൽപ്പാടങ്ങൾ, ചെറുഗ്രാമങ്ങൾ, അവയെല്ലാം ഈ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ്. മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളുടെ ഭൂപ്രകൃതിയിലെ വ്യത്യാസം പോലും വ്യക്തമായി കാണാൻ കഴിയും. മേഘാലയയുടെ ഭാഗത്ത് ഉയർന്ന മലനിരകൾ, അതിർത്തിക്കപ്പുറം വിശാലമായ സമതലങ്ങൾ, ഒരേ ഫ്രെയിമിൽ രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ. ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു പ്രത്യേകതയും പതുക്കെ മനസ്സിലാകും. ആദ്യത്തെ പച്ചപ്പാർന്ന താഴ്വരകൾ പതിയെ ഉയരം കൂടിയ മലനിരകളായി മാറിത്തുടങ്ങുന്നു. വായുവിലെ തണുപ്പും കൂടുന്നു, കാറ്റിൻ്റെ സ്വഭാവവും മാറുന്നു. സൊഹറയിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ പതുക്കെ ഖാസി ഹിൽസിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്.
ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായ ഈ മലനിരകളുടെ സ്വാധീനം ഇപ്പോഴേ അനുഭവിച്ചു തുടങ്ങാം. റോഡിലെ ഓരോ വളവും ഒരു പുതിയ ചിത്രമാണ്. ചിലപ്പോൾ ആഴമേറിയ താഴ്വരകൾ, ചിലപ്പോൾ പച്ചപ്പിൽ മുങ്ങിയ കുന്നുകൾ, ചിലപ്പോൾ മേഘങ്ങൾ മലകളെ തഴുകിപ്പോകുന്ന കാഴ്ച. ബൈക്ക് നിർത്താതെ മുന്നോട്ടു പോകാൻ മനസ്സ് സമ്മതിക്കാത്ത നിമിഷങ്ങൾ പലതവണ ഉണ്ടായി. ഇങ്ങനെയുള്ള യാത്രകളിൽ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തുക മാത്രമല്ല, ഓരോ നിമിഷവും അനുഭവിക്കുക എന്നതാണ് യഥാർത്ഥ യാത്ര. സമയം ഏകദേശം 2 മണിയോളം അടുത്തായി. രാവിലെ ചെക്കൗട്ട് ചെയ്ത് തിരക്കിൽ പ്രഭാത ഭക്ഷണം പോലും കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വിശപ്പും പതുക്കെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഡൗക്കിക്ക് സമീപമുള്ള പെനിൻസുല ഭാഗത്ത് എത്തിയപ്പോൾ കാബ്രി വാർ റെസ്റ്റോറൻറ്റ് എന്ന ചെറിയ റെസ്റ്റോറൻറ്റിൽ യാത്രയ്ക്ക് ഒരു ഇടവേള നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു. മലകളുടെ നടുവിലുള്ള ഒരു സാധാരണ റെസ്റ്റോറൻറ്റ്, പക്ഷേ നീണ്ട യാത്രക്കിടയിൽ ചൂടുള്ള ഭക്ഷണത്തിന് കിട്ടുന്ന രുചി അത് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് പോലും പലപ്പോഴും നൽകാൻ കഴിയില്ല. കുറച്ച് സമയം വിശ്രമിച്ച് മുന്നിലുള്ള യാത്രയ്ക്ക് ഊർജം ശേഖരിച്ച ശേഷം ഇനി ഞങ്ങൾ കൂടുതൽ അടുത്തെത്തുകയാണ്. മേഘങ്ങളുടെ സ്വന്തം നാട്, വെള്ളച്ചാട്ടങ്ങളുടെ തലസ്ഥാനം സൊഹറ ചിറാപൂഞ്ചി. യഥാർത്ഥ അത്ഭുതങ്ങൾ ഇനി തുടങ്ങാൻ പോകുകയാണ്. ഈ റെസ്റ്റോറൻറ്റ് മറ്റൊരു പ്രത്യേകത പിന്നിലായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ പാർക്ക് പോലുള്ള വിശ്രമ സ്ഥലമാണ്. പച്ചപ്പാർന്ന മലനിരകളെ നോക്കിക്കൊണ്ട് കുറച്ചു സമയം ശാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഇടം. ചെറിയൊരു വിശ്രമത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. സൊഹറയിലേക്കുള്ള ഓരോ കിലോമീറ്ററും മേഘാലയയുടെ പുതിയ മുഖം കാണിച്ചു തരികയായിരുന്നു. റോഡ് പതുക്കെ ഉയരങ്ങളിലേക്ക് കയറി തുടങ്ങി. വായുവിലെ തണുപ്പും ഓരോ വളവും പിന്നിടുമ്പോൾ കൂടിക്കൊണ്ടിരുന്നു. ചുറ്റും നോക്കുമ്പോൾ എവിടെയും പച്ചപ്പിൽ മുങ്ങി നിൽക്കുന്ന മലനിരകൾ മാത്രം. മനുഷ്യൻ്റെ സാന്നിധ്യത്തെക്കാൾ പ്രകൃതിയുടെ സാന്നിധ്യമാണ് ഇവിടെ കൂടുതൽ അനുഭവിക്കപ്പെടുന്നത്. അങ്ങനെ കുറച്ചു നേരം മുന്നോട്ട് പോയപ്പോൾ അപ്രതീക്ഷിതമായി മുന്നിൽ തുറന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. മലമുകളിലൂടെ പതുക്കെ താഴേക്ക് ഒഴുകിയിറങ്ങുന്ന മേഘങ്ങൾ, കാറ്റിനൊപ്പം ദിശ മാറി സഞ്ചരിക്കുന്ന വെളുത്ത മഞ്ഞുപാളികൾ, അതിൻ്റെ പിന്നിൽ അനന്തമായി നീണ്ടുകിടക്കുന്ന താഴ്വരകളും മലനിരകളും. ആ കാഴ്ച കണ്ടപ്പോൾ മുന്നോട്ടു പോകാൻ മനസ്സ് സമ്മതിച്ചില്ല. മുഖത്തേക്ക് വീശിയെത്തുന്ന തണുത്ത കാറ്റ്, കൈയെത്തും ദൂരത്ത് ഒഴുകുന്ന മേഘങ്ങൾ. ഒന്നും സംസാരിക്കാതെ വെറുതെ ആ കാഴ്ച നോക്കി നിൽക്കാൻ തോന്നുന്ന നിമിഷങ്ങൾ. യാത്രകളിൽ ചില സ്ഥലങ്ങൾ ക്യാമറയിൽ മനോഹരമായി പതിയും, പക്ഷെ ചില നിമിഷങ്ങൾ പൂർണ്ണമായും പകർത്താൻ കഴിയില്ല. അവ അനുഭവിക്കാനാണ്, ഓർമ്മിപ്പിക്കാനാണ്. സൊഹറയിലേക്കുള്ള ഈ യാത്ര അത്തരത്തിലുള്ള നിമിഷങ്ങൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി സമ്മാനിച്ചുകൊണ്ടിരുന്നു. വഴിയരികിലെ ചെറിയ ഗ്രാമങ്ങൾ, മലഞ്ചെരുവുകളെ ചേർത്ത് നിർമ്മിച്ച വീടുകൾ, പച്ചപ്പിനിടയിൽ ഒളിഞ്ഞു നിൽക്കുന്ന ജീവിതങ്ങൾ. ഈ ഗ്രാമങ്ങളുടെ പേരുകൾ ഒരുപക്ഷെ എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. പക്ഷേ ഇവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ഓരോ കാഴ്ചയും മനസ്സിൽ എന്നും പതിഞ്ഞു നിൽക്കും. ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഉയരവും കൂടിക്കൊണ്ടിരുന്നു. അതിനനുസരിച്ച് കാറ്റിൻ്റെ തണുപ്പും മാറി. മുഖത്തേക്കടിക്കുന്ന ആ തണുത്ത കാറ്റ് ഇനി നമ്മൾ മേഘാലയയുടെ ഉയർന്ന മലനിരകളിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് പ്രകൃതി പതുക്കെ തൻ്റെ ഏറ്റവും മനോഹരമായ രൂപം കാണിക്കാൻ തുടങ്ങുന്നത്.
പെട്ടെന്ന് ഒരു വളവ് കഴിഞ്ഞപ്പോൾ മുന്നിലുള്ള കാഴ്ച ഞങ്ങളെ അമ്പരപ്പിച്ചു. മേഘങ്ങൾ ആകാശത്ത് മാത്രമല്ല, ഞങ്ങളുടെ അതേ ഉയരത്തിൽ. മലകളുടെ മുകളിലൂടെ പതുക്കെ ഒഴുകുന്ന വെളുത്ത മേഘക്കടൽ. ഒരു നിമിഷം നമ്മളാണോ മേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നതെന്ന് പോലും തോന്നിപ്പോയി. മേഘാലയയെ ദ അബൌഡ് ഓഫ് ക്ലൗഡ്സ്, അതായത് മേഘങ്ങളുടെ വാസസ്ഥലം എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം ഇത്തരം നിമിഷങ്ങൾ നേരിൽ കാണുമ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. ഇവിടെ മേഘങ്ങൾ വെറും കാലാവസ്ഥയുടെ ഭാഗമല്ല, ഈ നാടിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കുറച്ചു സമയം ഞങ്ങൾ ബൈക്ക് നിർത്തി. അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് മുന്നോട്ടു പോകാൻ മനസ്സ് തീരെ അനുവദിച്ചില്ല. ദൂരെയായി പച്ചപ്പിൽ മുങ്ങിയ മലനിരകൾ, അതിനു മുകളിൽ പതുക്കെ ഒഴുകിയെത്തുന്ന മേഘങ്ങൾ. ഒരു നിമിഷം മലകളെ മുഴുവൻ മറയ്ക്കും, അടുത്ത നിമിഷം വീണ്ടും അവയെ തുറന്നു കാണിക്കും. പ്രകൃതി തന്നെ ഒരു തിരശ്ശീല തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് പോലെ. ഇവിടുത്തെ കാറ്റിനു പോലും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നഗരങ്ങളിലെ തണുപ്പല്ല ഇത്. മഴയും മലകളും മേഘങ്ങളും ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു സ്വാഭാവിക തണുപ്പ്. ശ്വാസം നിറയെ ആ കാറ്റ് ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ശരീരത്തിനൊപ്പം മനസ്സും പുതുക്കപ്പെടുന്നത് പോലെ തോന്നും. ഈ മലനിരകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം വീണ്ടും വീണ്ടും മനസ്സിൽ വന്നു. ഇന്നത്തെ ലോകത്ത് പ്രകൃതിയെ ഇത്തരത്തിൽ തൊട്ടറിയാൻ കഴിയുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഇവിടെ ഹോൺ മുഴക്കങ്ങളില്ല, വലിയ നഗരങ്ങളുടെ തിരക്കില്ല, ഉയർന്ന കെട്ടിടങ്ങളില്ല. ഉള്ളത് കാറ്റിൻ്റെ ശബ്ദം, മേഘങ്ങളുടെ സഞ്ചാരം, പക്ഷികളുടെ പാട്ട്, പ്രകൃതിയുടെ നിശബ്ദത മാത്രം. ഒരു പക്ഷേ അതുകൊണ്ടാകാം മേഘാലയയിലേക്ക് ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും ഇവിടെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. ചിറാപൂഞ്ചിയിലേക്കുള്ള ഈ റൂട്ട് ഒരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര മാത്രമല്ല. ഓരോ വളവും ഒരു പുതിയ വ്യൂ പോയിൻ്റാണ്. ഓരോ മലമുകളിലും ഒരു പുതിയ കഥ ഒളിഞ്ഞിരിക്കുന്നു. ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്തണമെന്ന തോന്നൽ ഉണ്ടാകുന്ന കാഴ്ചകൾ. പക്ഷെ ചില സൗന്ദര്യങ്ങൾ അവ ക്യാമറയിൽ പകർത്താനാകില്ല, നിശബ്ദമായി നിന്നുകൊണ്ട് അനുഭവിക്കാനാണ്. മേഘങ്ങൾ ഞങ്ങളുടെ അരികിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. താഴെ പച്ചപ്പിൽ പൊതിഞ്ഞ അനന്തമായ താഴ്വരകൾ, മുന്നിൽ ഇനിയും കാണാനുള്ള അത്ഭുതങ്ങൾ. സൊഹറ ഇപ്പോൾ അധികം ദൂരെയല്ല, പക്ഷേ ഈ യാത്ര ഇതിനോടകം തന്നെ മേഘാലയയിലെ ഏറ്റവും മനോഹരമായ റൈഡുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരുന്നു. ഓരോ വളവ് തീരുമ്പോഴും കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ചുറ്റും മഞ്ഞ് മൂടുന്നത്. അടുത്ത നിമിഷം തന്നെ ആ മഞ്ഞിനെ വകഞ്ഞു മാറ്റി ദൂരെ മലനിരകൾ തെളിഞ്ഞു വരും. ആ മേഘക്കൂട്ടങ്ങൾക്കിടയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് അനുഭവിച്ചു തന്നെ അറിയണം. ശരിക്കും മറ്റൊരു ലോകത്ത് എത്തിയതുപോലെ തോന്നിപ്പോകും.
അങ്ങനെ റൈഡ് ചെയ്ത് ആ മലമുകളിൽ എത്തിയപ്പോൾ കണ്ട ഒരു മനോഹരമായ വളവിൽ ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി. അവിടുന്ന് താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അത് തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിക്കളഞ്ഞു. ദൂരെ ആ കാണുന്ന അതിരുകളില്ലാതെ സമതല പ്രദേശം, അത് നമ്മുടെ ഇന്ത്യയല്ല, അത് അയൽ രാജ്യമായ ബംഗ്ലാദേശാണ്. ഒരു ബൈക്ക് റൈഡിൽ ഇങ്ങനെ മലമുകളിൽ വണ്ടി നിർത്തി നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് മറ്റൊരു രാജ്യം കൺമുന്നിൽ തെളിഞ്ഞു കാണുക, അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അതിർത്തികൾക്കപ്പുറമുള്ള ആ കാഴ്ചയും ഈ തണുത്ത കാറ്റും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു. നമ്മൾ ഒരുപാട് ദൂരം വണ്ടി ഓടിച്ച് വന്നതിൻ്റെ ക്ഷീണം മുഴുവൻ ആ ഒരു ഒറ്റ കാഴ്ചയിൽ അലിഞ്ഞുപോയി. അങ്ങനെ സൊഹറയിലേക്കുള്ള ദൂരം വീണ്ടും കുറഞ്ഞു വന്നു. അങ്ങനെ സമയം ഏകദേശം ഒരു 4:30 എങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ ആ വലിയ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമുള്ള ആ ഒരു സൂര്യാസ്തമയ സമയവും ആ മരങ്ങൾക്കിടയിലൂടെ സൂര്യൻ്റെ ആ പ്രകാശം വരുന്നതും ഒക്കെ ആയിട്ട് ആ ഒരു തിങ്ങി നിറഞ്ഞ ഫോറസ്റ്റിലൂടെയുള്ള ഒരു യാത്രയും ഒക്കെ വളരെയധികം മനസ്സിന് ഊർജം നൽകുന്ന തരത്തിലുള്ള കാഴ്ചകളായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടെ നമുക്ക് ഇതുപോലുള്ള ടെമ്പററി ആയിട്ട് പണിഞ്ഞു വച്ചിരിക്കുന്ന പാലങ്ങളൊക്കെ കാണാം. ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള പാലങ്ങളിലൂടെ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. അതും ഒരു കൗതുകം നിറഞ്ഞ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ കാണുന്ന വനങ്ങളെല്ലാം വളരെയധികം ലോൺലി ആയിട്ട് കിടക്കുന്ന വനങ്ങളാണെങ്കിൽ പോലും ഇവിടെയൊന്നും മൃഗങ്ങളോ മറ്റു ശല്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇല്ല. കുറേയൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയായിട്ട് സാമ്യമുള്ളതുപോലെ തന്നെയാണ് ഇവിടെയുള്ള വൃക്ഷങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതും നമുക്ക് ഭയങ്കര അത്ഭുതം തന്നെയാണ്. മലമുകളിലെ ആ മനോഹരമായ കാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ പതിയെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് ഉയരത്തിലുള്ള സൊഹറയുടെ മലനിരകളിൽ നിന്നും നേരെ സീ ലെവലിലേക്ക് ഒരു 1.5 ഇറക്കമായിരുന്നു അത്. ഇവിടെയാണ് നമ്മൾ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും യഥാർത്ഥ അതിർത്തി പങ്കിടുന്ന ഒരു റോഡിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഒരു മാറ്റം ശരിക്കും ഫീൽ ചെയ്യാം. തണുപ്പിൽ നിന്ന് പെട്ടെന്ന് അന്തരീക്ഷം മാറി വരുന്നത് കാണാം. നോക്കൂ, വെറും 10 മീറ്റർ. അതെ, നമ്മൾ വണ്ടി ഓടിക്കുന്ന ഈ റോഡിന് തൊട്ടപ്പുറത്ത് കാണുന്ന ആ കമ്പി വലയ്ക്ക് അപ്പുറം മറ്റൊരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഒരു വശത്ത് മേഘാലയയുടെ അതിർത്തി കാക്കുന്ന കമ്പി വയലുകൾ, മറുവശത്ത് നമ്മൾ ബൈക്കിൽ റൈഡ് ചെയ്യുന്നു. ജീവിതത്തിൽ അധികമൊന്നും കിട്ടാത്ത ഒരു കിടിലൻ റൈഡിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. വെറുതെ ഒന്ന് കൈവീശാൽ അപ്പുറത്തുള്ള ആളുകളിലേക്ക് എത്തുന്ന അത്രയും അടുത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വലിയൊരു അതിർത്തി പങ്കിടുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ നമ്മുടെ ഈ മനോഹരമായ മേഘാലയ സംസ്ഥാനം മാത്രം ബംഗ്ലാദേശുമായി ഏകദേശം 443 കിലോമീറ്റർ നീളമുള്ള രാജ്യാന്തര അതിർത്തിയാണ് പങ്കിടുന്നത്. കുന്നുകളും നദികളും നിറഞ്ഞ വളരെ ദുർഘടമായ ഈ അതിർത്തി കാത്തു സൂക്ഷിക്കുന്നത് ആരാണെന്നല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരായ BSF ഉദ്യോഗസ്ഥരാണ്. യാത്രക്കിടയിൽ പലയിടത്തും ഡ്യൂട്ടിയിലുള്ള BSF അഥവാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. നമ്മൾ സുരക്ഷിതമായി യാത്ര ചെയ്യുമ്പോൾ വെയിലും മഴയും വകവയ്ക്കാതെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന ഇവരോട് ഒരു വലിയ സല്യൂട്ട് തന്നെ പറയണം. ഈ ഫെൻസിങ്ങിനോട് ചേർന്ന് വണ്ടി ഓടിച്ചു പോകുമ്പോൾ തോന്നിയ ആ ഒരു ആവേശം, അഭിമാനവും ഉണ്ടല്ലോ, അത് വാക്കുകളിൽ ഒതുക്കാൻ പറ്റില്ല. റൈഡിങ്ങും ഇൻഫർമേഷനും ഒരുപോലെ തന്നെ ഈ ഒരു സ്ട്രെച്ച് ഞങ്ങളുടെ യാത്രയിലെ ഏറ്റവും മികച്ച ഒന്നായി മാറി.
അതിർത്തി പങ്കിടുന്ന ആ റോഡിലൂടെയുള്ള റൈഡും കഴിഞ്ഞ് BSF ജവാന്മാരോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മല കയറാൻ തുടങ്ങി. സമുദ്രനിരപ്പിൽ നിന്നും വീണ്ടും ഉയരങ്ങളിലേക്ക് ബൈക്ക് ഓടിച്ച് കയറ്റുകയാണ്. സൊഹറയിലേക്കുള്ള അവസാനത്തെ ഒരു 15 കിലോമീറ്റർ ബാക്കിയുള്ളപ്പോഴാണ് പ്രകൃതി അതിൻ്റെ അടുത്ത മാജിക് ഞങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തുടങ്ങിയത്. താഴെ അതിർത്തി പ്രദേശത്തുണ്ടായിരുന്ന ആ ചെറിയ ചൂടിൽ നിന്നും അന്തരീക്ഷം പെട്ടെന്ന് മാറിമറിഞ്ഞു. ദൂരക്കാഴ്ചകൾ പൂർണ്ണമായി മറച്ചുകൊണ്ട് വലിയ മേഘക്കൂട്ടങ്ങൾ വളരെ വേഗത്തിലാണ് മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ മൂടാൻ തുടങ്ങിയത്. ഒരു പ്രീ മൺസൂൺ സമയത്തെ ഏറ്റവും പീക്കായിട്ടുള്ള ക്ലൈമറ്റായിരുന്നു അത്. തൊട്ടു മുന്നിൽ പോകുന്ന വണ്ടിയുടെ ടെയിൽ ലാമ്പ് പോലും കാണാൻ പറ്റാത്ത അത്രയും കട്ടിയിലുള്ള മഞ്ഞ്. റോഡിൻ്റെ വശങ്ങൾ പോലും കൃത്യമായി കാണാൻ പറ്റുന്നില്ല. ഒപ്പം വിറപ്പിച്ചു കളയുന്നത് തണുത്ത കാറ്റും. ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഒരല്പം പൊക്കിയാൽ മുഖത്ത് വന്ന് അടിക്കുന്നത് വെറും മഞ്ഞല്ല, പെയ്തു തുടങ്ങാൻ റെഡിയായി നിൽക്കുന്ന മഴത്തുള്ളികളാണ്. തണുപ്പ് കാരണം കൈകൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ട് കൊതിച്ച് യഥാർത്ഥ മേഘാലയൻ വൈബ്. ഈ മഞ്ഞിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. ചിറാപൂഞ്ചി ടൗണിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് കാഴ്ചകൾ കണ്ട് മതിവരാതെ ഞങ്ങൾ ബൈക്ക് റോഡരികിൽ ഒന്ന് സൈഡാക്കി നിർത്തി. മഞ്ഞിൻ്റെ ഈ കടലിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും മറ്റൊരു ലോകത്ത് എത്തിയതുപോലെ തോന്നിപ്പോകും. ഈ സമയത്ത് ക്യാമറയിൽ പകർത്തിയ കുറച്ച് മനോഹരമായ വിഷ്വൽസാണ് ഈ കാണുന്നത്. മഞ്ഞിൽ നനഞ്ഞു കുതിർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ വണ്ടിയും മലനിരകളെ വിഴുങ്ങാൻ വന്നും പോയുമിരിക്കുന്ന ആ മേഘക്കൂട്ടങ്ങളും
വാക്കുകളേക്കാൾ കൂടുതൽ ഈ വിഷ്വൽസിന് നിങ്ങളുടെ ആ ഭംഗി സംസാരിക്കും. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു നിശബ്ദമായ സംഭാഷണം പോലെയായിരുന്നു ആ നിമിഷം. ഇവിടെ കുറച്ചു സമയം ചിലവഴിച്ചപ്പോഴേക്കും തണുപ്പ് ഞങ്ങളെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. ഇനി എത്രയും പെട്ടെന്ന് ടൗണിലെത്തി ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കണം. അങ്ങനെ മഞ്ഞിനോടും തണുപ്പിനോടും പോരാടി റൈഡ് ചെയ്ത് രാത്രി ഏകദേശം 7 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഒടുവിൽ സൊഹ്റ ടൗണിൽ എത്തിച്ചേർന്നു. ലോങ് റൈഡിൻ്റെ ക്ഷീണവും കഠിനമായ തണുപ്പും കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഒടുവിൽ ഞങ്ങൾ വണ്ടി നിർത്തിയത് ഇവിടുത്തെ വളരെ ഫേമസ് ആയ 1885 സൊഹ്റ ഹെറിറ്റേജ് കഫേയിലാണ്. ഒരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ് റീമോഡൽ ചെയ്ത് എടുത്തതാണ് ഈ കഫേ. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു വിൻറ്റേജ് ലുക്കും വാം ലൈറ്റും തന്ന ഒരു ഫീൽ എടുത്തു പറയേണ്ടതാണ്. തണുത്തു വിറച്ച വന്ന ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ആ ആംബിയൻസ്. ചൂട് പറക്കുന്ന നല്ലൊരു ഡിന്നറും കഴിച്ച് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി നാളെ കാണാം. ബൈ.